ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ദം ആലു വെച്ചുള്ള കറിയാണ് കേട്ടോ. ദം ആലു ആണ്. അതിനുവേണ്ടി ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് കേട്ടോ. അത് തൊലി കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് എണ്ണയ്ക്കകത്തുനിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ആലു കിട്ടും മാർക്കറ്റിലൊക്കെ, അതാണിത്. അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. വെന്ത് കിട്ടും കേട്ടോ, കുഞ്ഞതായതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആവി വെച്ച് വേവിച്ചിട്ട് ഫ്രൈ ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അതിന് വേണ്ട കട മസാലകളാണിത് കേട്ടോ. പട്ട, ഏലക്ക, പിന്നെ നമ്മുടെ കുരുമുളകൊക്കെയാണ്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കണം. ജസ്റ്റ് വെള്ളത്തിനകത്ത് തിളപ്പിക്കണം. അതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഉള്ളി, സവാളയുണ്ട്, ഗാർലിക്കുണ്ട്, പിന്നെ 1-2 കാഷ്നട്ടുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽമുളകുണ്ട് കേട്ടോ, പിന്നെ ഇഞ്ചി. ഇതെല്ലാം കൂടെ ജസ്റ്റ് വെള്ളത്തിനകത്തുനിന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇതൊന്ന് മാറാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം ടൊമാറ്റോ നമുക്ക് അതുപോലെ വേവിച്ചെടുക്കാമേ. അതിനുശേഷം തൈര്, പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. എടുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ. പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കണം, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ ഉള്ളി, കാഷ്നട്ട് എല്ലാം കൂടെ, കാഷ്നട്ട്, തക്കാളി, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഒരു പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യമേ അതിനകത്തേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ചൂടാകുമ്പോൾ നമുക്ക് ആ കട മസാലകളെല്ലാം അതിലേക്ക് ആഡാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളില്ലേ, അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാഷ്നട്ട്, ഓണിയൻ, ഡ്രൈ ചില്ലി മീൻസ് വറ്റൽമുളക്, അതെല്ലാം കൂടെ അരച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ തൈരിനകത്ത് കലക്കി വെച്ചില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ, അതെല്ലാം കൂടെ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കും, പറ്റുമെന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, മസാലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നല്ല ക്രീമി ആയിട്ടിരിക്കും കാഷ്നട്ടൊക്കെ ചേർക്കുന്നത് കൊണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ഇറച്ചിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ. നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്തൂരി മേത്തിയൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കണം. ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.